കൊന്നിച്ചു മിനാസാൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗാച്ചക്കുട്ട് എന്ന് പറഞ്ഞ ആനിമി സീരീസിന്റെ എപ്പിസോഡ് 11 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഗാച്ചക്കുട്ട് എന്ന് പറയുന്ന ഒരു പക്ക ആക്ഷൻ ഓറിയന്റഡ് ആനിമി സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനിമിയുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ, ഈ ഒരു എക്സ്പ്ലനേഷൻ കാണാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആനിമി പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാനും അതേപോലെ എല്ലാ സിമ്പിളുള്ള കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. ഞാൻ മെയിൻലി ഇന്നത്തെ ഡയലോഗ്സും കോൺവെർസേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും ആ ഒരു ആനിമി സീരീസ് കണ്ടിട്ട് മാത്രമേ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കാണാൻ പാടുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. അവളാട്ടെ മുമ്പിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും അവളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അവളാട്ടെ ഇതാണ് വഴി എന്നും പറഞ്ഞാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ദൂരം നടന്നതിന് ശേഷം അവളാട്ടെ അവളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ആ സ്ഥലമാട്ടെ കുറച്ച് സ്ട്രേഞ്ച് ആയിരുന്നു. കാര്യം നോമാൻസ് ലാൻഡിന്റെ നടുക്ക് ഒരു വലിയൊരു ടവർ, അതും എന്താ പറയുക ഒരു മല പോലെയൊക്കെ ഉള്ളത്. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് കുറച്ച് വീടാണെന്ന്. പക്ഷേ ഇതിനു മുമ്പ് അവർ ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരാൾ താമസിക്കുന്നുണ്ടെന്ന് അവർ ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അതിൻ്റെ അകത്ത് കാണുന്നിടത്തും കുറച്ച് ഗൂഫി ആയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ചെറിയ ഡൗട്ട് വരുന്നുണ്ട്. ആ ടൈമിൽ അവൾ പറയുകയും ചെയ്തു, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ സ്ഥലം കുറച്ച് മെസ്സിയാണ്, പക്ഷേ എൻ്റെ റൂം അത് സൂപ്പറാണ്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ മുകളിലേക്ക് നടക്കും. അവളുടെ പുറകെ ഇവർ നടക്കുന്നുണ്ട്. എന്തോ ഗൂഫിയാണെന്ന് മനസ്സിലായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ആ ടൈമിൽ അവൾ പറയുകയും ചെയ്യും, പിന്നെ എല്ലാവരും മാസ്ക് ഊരിക്കോ, ഇവിടെ എന്തായാലും ആ മണവും ആ വിഷക്കാറ്റൊന്നും ഇല്ല കേട്ടോ, സോ നിങ്ങൾ മാസ്ക് ഊരിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിനെ എന്തോ കിറങ്ങി നിൽക്കായിരുന്നു. കാര്യം പുള്ളിക്കാരായിട്ട് ഭയങ്കര ഇവരെ കണ്ടിട്ട് സന്തോഷത്തോടെ കിടന്ന കാരണം അവളുടെ റൂമിലായിട്ട് ഒത്തിരിയധികം സാധനം ഉണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട് എല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ റൂഡ് മനസ്സിലായിരിക്കുന്നത് ഇതൊരു ഡെസേർട്ടാണ്, പക്ഷേ ഇവിടെ എന്താണ് ഇത്രയധികം കാര്യങ്ങളുള്ളത്. ഈ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, അല്ല നിങ്ങളൊന്ന് ചോദിക്കാനല്ലേ വന്നത്, അത് ചോദിക്കുന്നില്ലേ. ഈ ടൈമിൽ നമ്മുടെ റൂഡ് അവിടേക്ക് നടന്നു പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടേക്ക് വന്നത് സ്പീക്കറിലേക്ക് ആരോ പോയതും വരുന്നതും കണ്ടെന്ന് നീ പറഞ്ഞിട്ടില്ലേ, അവരെ പറ്റി അറിയാനായിട്ടാണ്. ആ ടൈമിൽ പറയുന്നുണ്ട് അവൾ, അതെയോ, അല്ല നിനക്ക് ഏത് തരത്തിലെ പെൺകുട്ടിയാണ് ഇഷ്ടം. ഇത് കേൾക്കാടുത്ത് റൂഡോ ഞെട്ടി. അവൻ എന്താണ് ചോദിക്കുന്നത് മനസ്സിലാകത്തില്ല. ആ സമയത്ത് പറയുന്നുണ്ട്, ആമോയ്ക്ക് എന്തായാലും നല്ല സ്ട്രോങ് ഉള്ള മണമുള്ളവരാണ് ഇഷ്ടം കേട്ടോ, അത് മാത്രമല്ല അവരുടെ ഫേസ് കാണാൻ കൊള്ളില്ലെങ്കിലും നല്ല സ്മെല്ലുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റൂഡോ അലിക്കും ഇതെന്ത് കോപ്പാണ്. ഈ ടൈമിൽ എഞ്ചി വന്നിട്ട് പറയുന്നുണ്ട്, റൊമാൻസ്, ഈ റൊമാൻസ് ആണോ നിനക്ക് ആവശ്യമുള്ള പൈസയോ എന്തിൻ്റെത്, അല്ല ഞങ്ങളോടേക്ക് ഒന്ന് ഇൻഫോർമേഷന് വേണ്ടിയാണ്. സോ ആ ഒരു ഇൻഫോർമേഷന് വേണ്ടിയാണോ നീ റൊമാൻസ് ആയിട്ട് ചോദിക്കുന്നത്. നിനക്ക് റൊമാൻസ് സംസാരിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ സംസാരിക്കാനേ ഞാൻ തയ്യാറാണ് കേട്ടോ. ഈ സമയത്ത് അവൾ പെട്ടെന്ന് ഞെട്ടി, നീ ഇപ്പം എന്തോ പറഞ്ഞത്, അത് കുറച്ച് വീടല്ലേ, അത് കുറച്ച് വീടല്ലെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പിടിച്ച പോലെ കിടന്ന് കാറാൻ തുടങ്ങും. നീയൊക്കെ അമ്മോനെ കാണാനല്ലേ ഇവിടേക്ക് വന്നത്, അമ്മോനെ യൂസ് ചെയ്യാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവളാട്ടെ എന്താ പറയുക ഭ്രാന്ത് പിടിച്ച പോലെ ഭയങ്കര വീടായിട്ട് കിടന്ന് കാറുന്നുണ്ട്. അവളുടെ തലമുടിയൊക്കെ പിടിച്ച് നെരുകി അങ്ങനെ കിടന്ന് കാറാണ്. ഈ സമയത്ത് നമ്മുടെ എൻജിൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് തെറ്റിപ്പോയല്ലേ, പിന്നെ എനിക്ക് നിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കേൾക്കാറത്ത് എല്ലാവരും ഞെട്ടി. അവൾ അപ്പം തന്നെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. നീ കള്ളം പറയുവാണല്ലേ, നീ കള്ളം പറയുകയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലിട്ട് കയറുന്നിട്ട് പറയുന്നത്, എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമില്ല, നീ എൻ്റെ കാറ്റഗറിയിലോ ഇല്ലെന്ന് പറയാൻ നേരത്ത് അവരുടെ എഞ്ചിൻ പറയും, മതി എനിക്ക് എൻ്റെ മൈൻഡിലുള്ളത് പറയാമല്ലോ, ആദ്യം നീ മര്യാദയ്ക്ക് ഒരു ഉടുപ്പിടാൻ നോക്ക്. ഇത് കേൾക്കാനടുത്ത് ആൾക്ക് വീണ്ടും ദേഷ്യം വരും. അവൾ പറയുന്നുണ്ട്, നിനക്കൊരു പെങ്കുച്ചിൻ്റെ ഫാഷനെ പറ്റി എന്തറിയാം, എനിക്കെന്തായാലും നിന്നെ ഒട്ടും ഇഷ്ടമല്ല, ഞാനെന്തായാലും നീയായിട്ട് ബ്രേക്കപ്പ് ആകാൻ പോകുവാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് ആ ഒരു പവർ ആക്ടിവിറ്റി. അപ്പോഴാണ് അവളൊരു ഗീവറാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. ഈ ടൈമിലാണ് റൂഡ ശരിക്കും ഞെട്ടിയത്. കാര്യം അവളുടെ കാലിൽ കിടക്കുന്ന ആ ഒരു ഷൂ എന്ന് പറയുന്നത് നമ്മുടെ റൂഡയുടെ കയ്യിലുള്ള അതേ ഗ്ലൗസ് പോലെ തന്നെയാണ്, അത് 3R പോലെ തന്നെയായിരുന്നു. ഈ ടൈമിൽ അവൾ പറയുന്നുണ്ട്, അപ്പോൾ അവനിങ്ങോട്ട് എടുക്കുമല്ലേ വലിയ മനുഷ്യ. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അത് സംഭവിച്ചു. നമ്മുടെ ഡെൽവിനാട്ടെ ഒരു വാട്ടർ പമ്പ് എഞ്ചിനെ നേരെ വെച്ച് അങ്ങോട്ട് എഞ്ചിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെയാണ് എഞ്ചിൻ നേരെ താഴത്തേക്ക് വീഴുന്നത്. എല്ലാവരും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞെട്ടി ധരിച്ചു പോയി. കാര്യം ഡെൽവിൻ എഞ്ചിൻ അറ്റാക്ക് ചെയ്യുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. റോഡ് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്തോ ചെയ്തു. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ആമോണ്ടൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്തോ ചെയ്തില്ലേ, നീ ഒരു ഗീവറല്ലേ, നിന്റെ കാലിൽ കിടക്കുന്ന ആ ഒരു ബൂട്ട്സ് എൻ്റെ 3R ആയിട്ട് നല്ല സാമ്യമുണ്ടല്ലോ, നീ ആരാണ്. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരി വീണ്ടും ചോദിക്കും, അല്ല നിനക്കിഷ്ടപ്പെട്ട പെങ്കൊച്ച് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കേൾക്കാനടുത്ത് റോഡ് ഫുള്ളി ബ്ലാങ്ക് ആയി. ആൾ വീണ്ടും അത് ചോദിച്ചപ്പോൾ അവൻ്റെ കാര്യം മനസ്സിലായി, ഇവൾക്ക് ശരിക്കും വട്ടാണെന്ന്. അല്ല നീ എന്താ സംസാരിക്കണ്ടേ, ആമോട് സംസാരിച്ചാൽ മാത്രമേ ആമോയ്ക്ക് തിരിച്ചും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആമോയ്ക്ക് അങ്ങനെ എപ്പോഴും വിസിറ്റേഴ്സ് ഒന്നും കിട്ടാറില്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ലേ.
പിന്നെ ഇവനെപ്പോലുള്ള കുറേ നായകൾ ഇടയ്ക്ക് വരാറുണ്ട്, പക്ഷെ അവരെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ സംസാരിക്കണം കേട്ടോ. ഈ സമയത്ത് റൂഡോയ്ക്ക് ആ പെങ്കൊച്ചിനെ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അവൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തോ തല കറങ്ങുന്ന പോലൊരു ഫീൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ടൈമിൽ പെട്ടെന്ന് സാക്ക മുമ്പിലേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, സോ നിനക്കിഷ്ടമുള്ള ടോപ്പിക്ക് മാത്രമേ നീ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ അവനെ താഴത്തേക്ക് കൊണ്ടുവരികയും ചെയ്യല്ലേ. എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. നീ വേറെ ഒരു നായ തന്നെയാണ്. അതുകൊണ്ട് ഇനി മുതൽ നീ പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. നീ ആരാണെങ്കിലും എനിക്കൊരു കോപ്പമില്ല. നീ എഞ്ചിനിങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടുമെന്നാണ് നീ ആലോചിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നീ സ്പിയറിൽ നിന്ന് വന്നാണ്. ഇനി ഒരു സ്പിയറായിട്ടാണെങ്കിൽ ഞാൻ നിന്നെ ഒരു എനിമിയായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാൻ നിന്നെ ഉറപ്പായിട്ടും ക്രഷ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറി. അവൾ കരയാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? അവൾ കരയുന്നുണ്ട്. അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നായിരുന്നു ആ ഒരു കാര്യം സംഭവിച്ചത്. അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇത് കേട്ടപ്പോൾ സാക്കിക്ക് എന്തോ മനസ്സിലാകും. തിരിഞ്ഞ് നോക്കിയപ്പോൾ ഡെൽമൻ അവനെ അറ്റാക്ക് ചെയ്തു. അവൻ ജസ്റ്റിനാണ് അവിടുന്ന് ഡോഡ് ചെയ്തത്. അവൻ ചോദിക്കുന്നുണ്ട്, ഡെൽമൻ നീ എന്ത് ചെയ്യുക? നീ ഞങ്ങളുടെ സൈഡിലാണോ ഇനി അവളുടെ സൈഡിലാണോ? അവളെങ്ങനെ നീ കൺട്രോൾ ചെയ്യണമെന്ന് ചോദിക്കാൻ പെട്ടെന്ന് ഡെൽമൻ കാണുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് അവളെ ഹേറ്റ് ചെയ്യാൻ നോക്കിയത്? നായകളെ, നീ എങ്ങനെ അവളെ ഹേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നൊന്നും വെറുതെ വിടുന്നില്ല. എൻ്റെ കൈ കൊണ്ട് നീയൊക്കെ ഇവിടെ കിടന്ന് തീരും. അവൾ കാരണമാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അവളാണ് എൻ്റെ റീസൺ. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും. അവളുടെ അടുത്തോട്ട് അങ്ങനെ വന്ന ഈ സമയത്ത് ടാംസി പറയുന്നുണ്ട്, അവൻ കൺട്രോൾ ചെയ്യുന്നതല്ല, അവൻ ശരിക്കും എല്ലാം സത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും? അതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. ആ ടൈമിൽ അവൾ പറയുന്നുണ്ട്, ഈ മനുഷ്യനുണ്ടല്ലോ, ഇവൻ എൻ്റെ നല്ലൊരു ഫാനാണ്. ആ സമയത്ത് തന്നെ അവരെല്ലാവരും ഞെട്ടി. പക്ഷെ ആ ടൈമിൽ ടാംസ് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. ശരിയാണ്, ഇനി അവനൊരു ക്രഷ് ഉണ്ടെങ്കിൽ കൂടിയും അവനൊരിക്കലും അവൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യത്തില്ല. ഇത് വേറെന്തോ കളിയാണ്. നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. മോനാരെങ്കിലും ഹെഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇവൻ ആരും വേണമെങ്കിലും ബിട്രേ ചെയ്യാനും റെഡിയാണ്. എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ആ ഒരു വെപ്പൺ ഉണ്ടല്ലോ, ആ ഒരു ജെറ്റ് പോലത്തെ ആ ഒരു വെള്ളം തെറിപ്പിക്കുന്ന അത് മാറാൻ തുടങ്ങും. എന്നിട്ട് അത് പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ വൈറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഡെൽമനായിട്ട് ഒരു വലിയൊരു തടസ്സം പോലെ അവരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഈ സമയത്ത് റൂഡോ ആലോചിക്കുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ തെറ്റാണോ? പെട്ടെന്നാണ് പറയുന്നത്, അതെ നിന്റെ തെറ്റാണ്. റൂഡോ തിരിഞ്ഞു നോക്കാൻ നേരത്ത് അവിടെയായിട്ട് എന്തോ കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. നീ കാരണമാണ്, ഇവൻ എന്തായാലും എടുത്ത് താഴേക്ക് ഇടണം. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയാം കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ എൻ്റെ ഫാനാണ്. ഇത് കേട്ടപ്പോൾ അവർ ഞെട്ടി. കാര്യം ആരാണെന്ന് അറിഞ്ഞൂടല്ല. അപ്പോൾ അവൾ പറയുകയും ചെയ്യും, നിങ്ങൾ ഒരു തവണ കൂടെ എന്നോട് മര്യാദകേട് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് ഞാൻ വിളിക്കും കേട്ടോ. ഈ സമയത്ത് റൂഡോയുടെ മനസ്സിലായിട്ട് എന്താണൊക്കെ കിടന്ന് സംഭവിക്കുന്നുണ്ടായത്. അവൻ കാതും പൊത്തിയിരിക്കുകയാണ്. കാര്യം അവരെല്ലാവരും റൂഡോനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ എന്ത് തിരിച്ചു പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയുമില്ല. അവരെല്ലാവരും റൂഡോനെ നന്നായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു ടാംസി വന്ന് റൂഡോനെ എടുത്തിട്ട് താഴത്തേക്ക് മാറിയത്. എന്നിട്ട് പറഞ്ഞത്, റൂഡോ ശ്രദ്ധിക്കുക. ആ സമയത്ത് തന്നെ നമ്മുടെ ഡെൽമൻ അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ടാംസി പറയുന്നുണ്ട്, ഡെൽമൻ്റെ അറ്റാക്ക് അവൻ്റെ പാസ്റ്റുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടതാണ്. അവൻ പണ്ട് ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യേണ്ടിരുന്നത്. അങ്ങനെയാണ് അത് അവന് കിട്ടിയത്. പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. കാര്യം ആ ഒരു വാട്ടർ നമ്മുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് നിറയാൻ തുടങ്ങും. നിനക്കറിയാലോ, ഒരു ബലൂണിന് അത് നന്നായിട്ട് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. അത് പൊട്ടുമല്ലേ? അതെ. പക്ഷേ എഞ്ചിൻ്റെ കാര്യം കുഴപ്പമില്ല. കാര്യം അത് കുറച്ച് ഡിഫറൻ്റ് ആണ്. അവൻ പല നോസിൽസ് യൂസ് ചെയ്യാറുണ്ട് ഈ സ്പ്ലാഷ് ചെയ്യാനായിട്ട്. അതിൻ്റെ ആ ടൈമിൽ അവൻ യൂസ് ചെയ്ത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പ്ലാഷ് ആയിരുന്നു. പക്ഷേ അത് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ മേത്ത് അവൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഈ സമയത്ത് റിയോ പറയുന്നുണ്ട്, ഒന്ന് നിന്നെ, ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഡെൽമൻ്റെ നേരെ പോകും. ആ സമയത്ത് സാക്ക കാണുന്നുണ്ട്, റിയോ മണ്ടത്തിലൊന്നും കാണിക്കില്ലേ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഇനി ഒരാളെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വേറൊരു ഫാൻ കൂടെ ഉള്ളതെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ ടൈമിൽ തന്നെ അവളും ആലോചിക്കുന്നുണ്ട്, സത്യമാണ്, ഇവിടെ വേറൊരു ഫാനും കൂടെ ഉണ്ട്. അതിനർത്ഥം എനിക്ക് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തീരുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു അറ്റാക്ക് അവൻ ചെയ്യാൻ വേണ്ടി പോയി. കാര്യം അത് സ്ട്രോങ് ആയിട്ട് മാറി ഒരു അറ്റാക്കാണ് ചെയ്ത്. ഭയങ്കര മാസീവ് ഒരു അറ്റാക്കായിരുന്നു. ആ ഒരു വലിയ ബിൽഡിംഗ് പൊട്ടി നേരെ പുറത്തേക്ക് വെള്ളം ചീറ്റുന്നുണ്ട്. അവളാട്ടെ ജസ്റ്റ് മിസ്സിനാണ് അത് നേരെ താഴത്തേക്ക് ഡോഡ് ചെയ്ത് ഇരുന്നത് തന്നെ. നിങ്ങൾക്കാർക്കും നിങ്ങളുടെ ഫ്രണ്ട് ആരാണ് ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അമ്മുമായിട്ട് മര്യാദക്ക് സംസാരിച്ചാൽ മതിയെന്ന്. അമ്മയ്ക്ക് റൊമാൻസ് സംസാരിക്കുന്നതായിരുന്നു ഇഷ്ടം. ഈ സമയത്ത് നമ്മുടെ ടാംസി പറയുന്നുണ്ട്, ഇവൾക്ക് ശരിക്കും വട്ട് തന്നെയാണ്. റൂഡോ എഴുന്നേക്കാൻ നോക്കുന്ന പറഞ്ഞതാണ് പെട്ടെന്ന് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. റൂഡോ ആട്ടെ ശരിക്കും മാറിയെന്ന്. കാര്യം അവൻ നേരെ പറയുന്നുണ്ട്, ഞാൻ ഗ്രൗണ്ടിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, പക്ഷേ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? സംഭവം വേറൊന്നുമില്ല, റൂഡോ ഇപ്പം കാണുന്നത് സ്പിയറൈറ്റാണ്. അവനിപ്പോൾ സ്പിയറൈറ്റിൽ എത്തിയ പോലാണ് അവൻ്റെ മനസ്സ് അവനോട് പറയുന്നത്. അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതെല്ലാം സ്പിയറൈറ്റ്സ് ആയിരുന്നു.
ആ സമയത്ത് ഒരു പർട്ടിക്കുലർ സ്മെല്ല് വരുന്നുണ്ട്. അതാട്ടെ അവർക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടതായിരുന്നു. ഈ സമയത്താണ് അവൾ ചോദിക്കുന്നത്, അല്ല നീ എന്താണ് വിചാരിച്ചത്, മെമ്മറീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ മെമ്മറീസ് ആയിട്ട് മാറും. ആൻഡ് ആ അമ്മയ്ക്ക് ആ മെമ്മറീസിൻ്റെ സ്മെല്ലാണ് ഇഷ്ടമെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് അവളുടെ രൂപം മാറാൻ തുടങ്ങും. പതുക്കെ പതുക്കെ മാറി റോഡേക്ക് നേരത്തെ, അതായത് സ്പിരിറ്റിൽ വെച്ച് ഇഷ്ടമുണ്ടായിരുന്ന ആ ഒരു പെണ്ണുള്ള ആ പെങ്കൊച്ചിൻ്റെ രൂപത്തിലേക്ക് അവൾ മാറിക്കഴിഞ്ഞു. അവൾ പറയുന്നുണ്ട്, നീ തന്നെ ഈ ഒരു പാവയില്ലേ, അത് ഞാൻ പൊന്നുപോലെയാണ് കൊണ്ടു നടന്നത്, ഞാനതിനെ എപ്പോഴും സ്നേഹിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് റോഡ് ദേഷ്യപ്പെടുന്നു, ചുമ്മാ നീ കള്ളം പറയില്ലേ, നീ 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 കള്ളം പറയില്ലേ, നീ അത് വലിച്ചെറിയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, നീ അത് വലിച്ചെറിയുന്നത് നീ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ സമയം ടാംസിക്ക് ഒരു കാര്യം മനസ്സിലായി, റോഡാണ് അവളുടെ അടുത്തെരയെന്ന്. ഡെൽമനെ പോലെ തന്നെ റോഡേ ആയെന്ന് മനസ്സിലായി. പക്ഷേ ഇത് ബിട്രയലല്ല, അവൾ എന്തോ കാണിക്കുവാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, മന്ദബുദ്ധിനും പറയാതെ ഞാൻ അവരെ ആരെ ഒന്നും തന്നെ കാണിക്കാറില്ല, ഞാൻ കൊടുക്കുന്നത് സ്മെല്ലാണ്, എനിക്ക് സ്മെല്ലാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അവർക്ക് പണ്ടുണ്ടായിരുന്ന അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെയുള്ള സ്മെല്ല് ഞാൻ റീക്രിയേറ്റ് ചെയ്യും. അതവർ മണത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ മോനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അയ്യോ, ഞാൻ അധികം എന്തെങ്കിലും പറഞ്ഞു? ഈ സമയത്ത് നമ്മുടെ സാക്കയും ടാംസിയും കൂടെ അവരുടെ മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ട് പറയുന്നു, ഈ സ്മെല്ല് ബ്രീത്ത് ചെയ്ത് മാത്രമേ നിന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പം ഞങ്ങളുടെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സേഫാണ്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, എന്തായാലും നീ ഇൻഫോ തന്നില്ലേ, അതിലെന്തായാലും താങ്ക്സ്. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇഷ്ടമല്ലാത്തവരുടെ മെമ്മറീസ് ആണ് കാണുമെങ്കിൽ നീ എന്ത് ചെയ്യും? അവർക്ക് നിന്നെ കൊല്ലാൻ തോന്നത്തില്ലേ? നീയൊക്കെ മണ്ടന്മാരാണ്, നിനക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ പറഞ്ഞില്ലേ ആ മെമ്മറീസ് അതെല്ലാം ഹാപ്പി ടൈംസിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാനത്ത് റൂഡെന്നെ കാണിക്കുന്നുണ്ട്. ഈ സമയത്താട്ടെ ആ ഒരു പെങ്കൊച്ച് അവൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു കുറച്ചധികം പേര് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്, അവളുടെ കയ്യിലുള്ള പാവ എടുത്ത് താഴത്തേക്ക് എറിയുന്നുണ്ട്. അവൾ കരയാൻ തുടങ്ങി റൂഡ് എന്നും വിളിച്ചുകൊണ്ട്. ഈ സമയത്ത് റൂഡ പെട്ടെന്ന് അവിടേക്ക് വന്ന് നമ്മുടെ സാക്കിൻ ടാംസിനെ ഒരേപോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ സാക്ക കാണുന്നുണ്ട്, റൂഡോ എനിക്ക് വേദനിച്ച് കേട്ടോ. ആ സമയത്ത് റൂഡ പറയുന്നുണ്ട്, നീയൊക്കെ എന്താണ് വിചാരിച്ചത്, ഞാൻ ഇനി ചുമ്മാ നിൽക്കുന്ന? എടാ, എനിക്ക് യഥാർത്ഥ പവർ എന്താണെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് യഥാർത്ഥ പവർ കിട്ടിയിട്ടുണ്ട്, സ്പിരിറ്റ്സ്, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. പെട്ടെന്ന് റിയോ സംസാരിക്കുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ആ സമയത്ത് ഫോളോ അവളുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, എല്ലാവരും ഞാൻ വെറുതെ വിടത്തില്ല. ഈ സമയത്ത് ഡെൽമനും കാണുന്നുണ്ട്, കൊല്ലണം, എല്ലാത്തിനും കൊല്ലാണ്. ആ സമയത്ത് അവരെല്ലാവരും നമ്മുടെ സാക്കിനെ ടാംസിനെ പൊതിഞ്ഞ് കെട്ടിയിരുന്നു. അവരെല്ലാവരും അവർക്ക് എതിരെയായിട്ട് മാറി. ഈ സമയത്ത് ടാംസി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ ഈ വൈറ്റൽ ഇൻസ്ട്രുമെൻ്റ് ഒരു ഫ്രണ്ടിൻ്റെ നേരെ ഉപയോഗിക്കണമെന്ന് ഓർത്തതല്ല, പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ചെറിയൊരു വൈറ്റൽ ഇൻസ്ട്രുമെൻ്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.